ഇപ്പോൾ വരുന്ന പ്രധാനപ്പെട്ട വാർത്ത, ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിലുണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് 15 പേർ മരിച്ചു എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നു. മഹാകുംഭമേളയിൽ പങ്കെടുക്കാനെത്തിയ ഭക്തരായിരുന്നു ഇതിൽ ഭൂരിഭാഗവും എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. സംഭവത്തിൽ റെയിൽവേ ഉന്നതതല അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഡൽഹി ലഫ്റ്റനന്റ് ഗവർണറുടെയും ഒപ്പം പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെയും എക്സ്പോസ്റ്റുകൾ കൂടി പുറത്തു വരുന്നുണ്ട്. അവരുടെ ഈ എക്സ്പോസ്റ്റുകളിൽ മരണമുണ്ടായി എന്നുള്ള കാര്യം സ്ഥിരീകരിക്കുന്നുണ്ട്. പക്ഷേ എത്ര പേർ മരിച്ചു എന്നുള്ള കാര്യത്തിൽ ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം വരുന്നില്ല. ദേശീയ മാധ്യമങ്ങളടക്കം ഈ വാർത്ത നൽകുന്നുണ്ട്. ഇന്ത്യ ടുഡേ അടക്കം നൽകുന്നത് 15 പേർ മരിച്ചു എന്നുള്ളതാണ്. വ്യത്യസ്തമായ കണക്കുകൾ ദേശീയ മാധ്യമങ്ങൾ നൽകുന്നുണ്ട്. ഈ ഡൽഹി ലഫ്റ്റനന്റ് ഗവർണറും പ്രതിരോധ മന്ത്രിയും ഈ മരണത്തിന്റെ കാര്യത്തിൽ സ്ഥിരീകരണം നൽകുന്നു. പക്ഷേ കൃത്യമായ ഒരു കണക്ക് നൽകുന്നില്ല. സ്ഥിതിഗതികൾ നിലവിൽ നിയന്ത്രണ വിധേയം എന്ന് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് പറയുന്നുണ്ട്. റെയിൽവേ ഉന്നതതല അന്വേഷണം പ്രഖ്യാപിച്ചു. 2 ട്രെയിനുകൾ അവിടെ എത്താൻ വൈകിയത് അവിടെ വലിയ തോതിൽ യാത്രക്കാർ തമ്പടിക്കുന്നതിന് കാരണമായി. കുംഭമേളയിലേക്ക് എത്തിയ ആളുകളായിരുന്നു ഭൂരിഭാഗവും എന്നുള്ള റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരുന്നുണ്ട്. പ്രജൻസി കണ്ണൻ വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന് ചേരുന്നുണ്ട്. പ്രജനിയും മരണസംഖ്യ സംബന്ധിച്ച ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണമുണ്ടോ? കൃത്യമായ ഒരു വിവരം ഇപ്പോഴും ഉന്മേഷ് പുറത്തുവിടുന്നില്ല ബന്ധപ്പെട്ട അധികൃതർ. പക്ഷേ മരണം സംഭവിച്ചിട്ടുണ്ട്. കൃത്യമായ എത്ര പേർ മരിച്ചു എന്ന് അല്പസമയത്തിനകം വ്യക്തമാവുകയുള്ളൂ എന്ന കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഏറ്റവും ഒടുവിൽ ഇങ്ങനെ ട്വീറ്റ് എക്സ്പോസിൽ കുറിക്കുന്നു: ഡിവാസ്റ്റേറ്റിംഗ് ന്യൂസ് ഫ്രം ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷൻ. ഐ എം എക്സ്ട്രീംലി പെയിൻഡ് ബൈ ദ ലോസ് ഓഫ് ലൈഫ്സ് എന്ന് പറയുമ്പോൾ അത് കൃത്യമായി അദ്ദേഹത്തിന് ലഭിച്ച വിവരങ്ങൾ അനുസരിച്ച് മന്ത്രി പറയുന്നത് നിരവധി പേർക്ക് ജീവൻ നഷ്ടമായിട്ടുണ്ട് എന്നാണ്. 15 പേരുടെ മരണം സംഭവിച്ചിട്ടുണ്ട് എന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇപ്പോൾ റിപ്പബ്ലിക് ടിവിയും ഒപ്പം ഇന്ത്യ ടുഡേയും അടക്കമുള്ള മാധ്യമങ്ങൾ 15 പേരുടെ മരണം ഉറപ്പിക്കുന്നുണ്ട്. അതിൽ 11 പേർ സ്ത്രീകളാണ്, 2 പുരുഷന്മാർ, 2 കുട്ടികൾ എന്നിങ്ങനെ കണക്കുകൾ കൂടി ചില മാധ്യമങ്ങൾ പുറത്തുവിടുന്നുണ്ട്. കൃത്യമായി അതിന്റെ ഒരു കണക്ക് അല്പസമയത്തിനകം ലഭ്യമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിലെ 13, 14, 15 ഈ പ്ലാറ്റ്ഫോമുകളിലാണ് വലിയ തിരക്കുണ്ടായത്. മഹാകുംഭമേളയ്ക്ക് എത്തിയ ആളുകൾ, അവിടെ നിന്ന് മടങ്ങുന്ന ആളുകൾ, ഇവരെല്ലാം തന്നെ ഒരുമിച്ച് ട്രെയിൻ കയറാനായി ഈ പ്ലാറ്റ്ഫോമുകളിലേക്ക് ഒരുമിച്ചെത്തിയതിൻ്റെ ഭാഗമായിട്ടാണ് അവിടെ ഒരു വലിയ തിരക്കുണ്ടായത്. അങ്ങനെ നിയന്ത്രിക്കാൻ കഴിയാത്ത ആ തിരക്കിൽപ്പെട്ട് പലരും കുഴഞ്ഞു വീണു, പലർക്കും ശ്വാസതടസ്സമുണ്ടായി. അങ്ങനെ പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് മാറ്റിയതിനു ശേഷമാണ് ഇപ്പോൾ ഇതിൻ്റെ ഒരു വ്യാപ്തി എത്രമാത്രം ഉണ്ട് എന്ന് മനസ്സിലാവുന്നത്. അല്പസമയത്തിനകം തന്നെ അവിടത്തേക്ക് ഈ അപകടം റിപ്പോർട്ട് ചെയ്തതിനു ശേഷം ഈ അഗ്നിരക്ഷാ സേനയും പോലീസും ഒക്കെ എത്തിയെങ്കിലും അതിനോടകം തന്നെ നിരവധി പേർക്ക് പരിക്കേറ്റിരുന്നു. അവരിൽ പലർക്കും ശ്വാസതടസ്സമുണ്ടായി എന്ന റിപ്പോർട്ടുകൾ കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അങ്ങനെ ഈ തിക്കിലും തിരക്കിലും പെട്ടുള്ള മരണം അത് സ്വാഭാവികമായിട്ടും സംഭവിക്കുന്നത് ഇതാണ്. മരണം സംഭവിക്കുന്നുണ്ടെങ്കിൽ അത് ശ്വാസതടസ്സം മൂലമാണ് സംഭവിക്കാറുള്ളത്. ഈ പറയുന്ന നെഞ്ചിനുമൊക്കെ വയറിനുമൊക്കെ ചവിട്ടേറ്റും അപകടങ്ങൾ ഉണ്ടാവാറുണ്ട്. അത് സംഭവിച്ചു എന്ന ദൗർഭാഗ്യകരമായ സംഭവം നടന്നു എന്ന വിവരമാണ് ഇപ്പോൾ ദേശീയ മാധ്യമങ്ങൾ ഉൾപ്പെടെ പുറത്തുവിടുന്നത്. ഏതാണ്ട് 10 മണിയോടുകൂടിയാണ് ഈ അപകടം അവിടെ ഉണ്ടായത് എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അരമണിക്കൂറിനുള്ളിൽ തന്നെ പോലീസും അഗ്നിരക്ഷാ സേനയും ഒക്കെ അവിടെ എത്തിയെങ്കിലും നിരവധി പേർക്ക് പരിക്കേറ്റു. അവരുടെ പലരുടെയും പരിക്ക് ഗുരുതരമായിരുന്നു. ആദ്യം ആശുപത്രിയിൽ എത്തിച്ച 20ഓളം പേരുടെ നില അതീവ ഗുരുതരമായിരുന്നു എന്ന ആദ്യ റിപ്പോർട്ടുകളുണ്ടായിരുന്നു. അതിൽ ഈ പെട്ട 15 പേരുടെ മരണമാണ് ഇപ്പോൾ സ്ഥിരീകരിക്കുന്നത് എന്ന് റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നു. എന്തായാലും ഇപ്പോൾ ആർ അച്യുതൻ കൂടി ചേരുന്നു ഡൽഹിയിൽ. അച്യുതൻ, ഈ എത്ര പേർ മരിച്ചു എന്ന് കൃത്യമായൊരു വിവരമുണ്ടോ? എന്തൊക്കെയാണ് സ്ഥിരീകരിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ അച്യുതൻ? ഉന്മേഷ്, നിലവിൽ ഇപ്പോഴും ഒരു ഔദ്യോഗിക സ്ഥിരീകരണം മരണം സംബന്ധിച്ചതിൽ ഇപ്പോഴും വരുത്തിയിട്ടില്ല. ബന്ധപ്പെട്ട അധികൃതരാരും തന്നെ അത്തരം സ്ഥിരീകരണം നടത്തിയിട്ടില്ല. പക്ഷേ 15ഓളം പേർ മരിച്ചതായുള്ള ചില റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. നിരവധി പേർക്ക് ഈ അപകടത്തിൽ പരിക്കേറ്റതായിട്ട് ഇപ്പോൾ വിവരങ്ങൾ വരുന്നു. അതായത് നേരത്തെ നമ്മൾ പറഞ്ഞത് 15ഓളം പേർക്കായിരുന്നു പരിക്ക് എന്നതായിരുന്നു. പക്ഷേ അതിന് മുകളിലേക്ക് നിരവധി പേർക്ക് പരിക്കേറ്റതായി തന്നെയാണ് ഇപ്പോൾ വിവരങ്ങൾ പുറത്തു വരുന്നത്. റെയിൽവേ ഈ വിഷയത്തിൽ, ഈ നടന്ന തിക്കിലും തിരക്കിലും പെട്ട അപകടത്തിൽ ഒരു ഉന്നത തല അന്വേഷണത്തിന് ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുകയാണ്. ഒപ്പം തന്നെ ഈ തിരക്ക് നിയന്ത്രിക്കുന്നതിനായി തന്നെ യാത്ര ബുദ്ധിമുട്ട് ഒഴിവാക്കുന്നതിന് വേണ്ടി 4 പ്രത്യേക ട്രെയിനുകൾ കൂടി ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഏർപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ എന്നിരുന്നാലും ഉണ്ടായ സംഭവം അത് ദൗർഭാഗ്യകരമാണ്. 13, 14, 15 പ്ലാറ്റ്ഫോമുകളിലായിട്ടാണ് ഇത്ര വലിയൊരു തിരക്ക് അനുഭവപ്പെട്ടത് എന്ന വിവരം കൂടി ലഭിക്കുന്നുണ്ട്. അതിൽ 2 ട്രെയിനുകൾ വൈകി വന്നതുകൂടി ആയപ്പോൾ ഈ തിരക്ക് അത് നിയന്ത്രണ അതീതമായി മാറുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. 2 ട്രെയിനുകൾ വൈകി. അപ്പോൾ ആ ട്രെയിനിൽ പോകേണ്ടിയിരുന്ന ആളുകൾ കൂടി പ്ലാറ്റ്ഫോമിൽ തങ്ങുന്ന ഒരു അവസ്ഥയുണ്ടായി. അവിടേക്കാണ് ഈ മഹാകുംഭമേളയിൽ പങ്കെടുക്കാനായി എത്തിയ മറ്റ് ഭക്തർ കൂടി ഈ പ്ലാറ്റ്ഫോമുകളിലേക്ക് എത്തിയത്. ഇതാണ് ഈ അപകടത്തിന്റെ തീവ്രത ഉയർത്തിയത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇക്കാര്യങ്ങൾ റെയിൽവേ സ്ഥിരീകരിക്കുന്നുണ്ട്. പക്ഷേ എത്ര ആളുകൾക്കാണ് ഇതിൽ ജീവൻ നഷ്ടമായത് എന്നെ സംബന്ധിച്ച സ്ഥിരീകരണം ഔദ്യോഗികമായി ഇതുവരെയും ഉണ്ടായിട്ടില്ല.
മറിച്ച് ഇത്തരത്തിൽ പരിക്കേറ്റിട്ടുണ്ട്, അവരെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നത് മാത്രമാണ് റെയിൽവേ ഇതുമായി ബന്ധപ്പെട്ട് സ്ഥിരീകരിക്കുന്നത്. ഉന്മേഷ്, അച്യുതൻ, ഇപ്പോൾ ഈ LNJP ആശുപത്രിയിലാണ് പരിക്കേറ്റവരുള്ളത്. അതിന്റെ റിപ്പോർട്ടുകളും വിവരങ്ങളും ഒക്കെ ദേശീയ മാധ്യമങ്ങൾ നൽകുന്നുണ്ട്. ഒപ്പം ഈ 15 മരണം എന്നുള്ള കണക്കുകളാണ് ദേശീയ മാധ്യമങ്ങളൊക്കെ നൽകുന്നത്. ഒപ്പം ഈ അപകട സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ദൃക്സാക്ഷികളുടെ പ്രതികരണങ്ങളടക്കം അവർ നൽകുന്നുണ്ട്. അപ്പോൾ ഈ ഔദ്യോഗികമായി ഈ മരണക്കണക്കൊരു സ്ഥിരീകരണം വരാനിരിക്കുന്നതേ ഉള്ളൂ. പക്ഷെ അപ്പോഴും ഈ 15 പേർ മരിച്ചു എന്നുള്ള കണക്കിൽ ദേശീയ മാധ്യമങ്ങളൊക്കെ ഊന്നുന്നുണ്ട്. അച്യുതൻ, തീർച്ചയായിട്ടും ഉന്മേഷ്, അപകടത്തിന്റെ വ്യാപ്തി അത് വലുതാണ്. കാരണം 1500ഓളം ജനറൽ ടിക്കറ്റ് മാത്രമാണ് ഈ മഹാകുംഭമേളയോടനുബന്ധിച്ച ഈ വിറ്റത് എന്നൊരു കണക്ക് റെയിൽവേ പറയുന്നുണ്ട്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എത്രത്തോളം യാത്രക്കാർ ആ പ്ലാറ്റ്ഫോമുകളിൽ ഉണ്ടായിരുന്നു എന്നതുകൂടി ആ കണക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒപ്പം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 2 ട്രെയിനുകൾ വൈകിയിരുന്നു. ആ ട്രെയിനിൽ സഞ്ചരിക്കേണ്ടിയിരുന്ന യാത്രക്കാരും ഇതേ പ്ലാറ്റ്ഫോമിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അവിടേക്കാണ് ഈ തിരക്ക് അത് നിയന്ത്രണാതീതമായി മാറുകയും ഒരു വലിയ അപകടത്തിലേക്ക് എത്തിയതും. അതുകൊണ്ട് തന്നെ മരണസംഖ്യ സംബന്ധിച്ചത് കാര്യങ്ങളിൽ അത് ഔദ്യോഗികമായി തന്നെ സ്ഥിരീകരണം വരേണ്ടതുണ്ട്. മറിച്ച് ഈ പരിക്കേറ്റവരുടെ എണ്ണം അത് കൂടുതൽ എന്നുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത്. നിരവധി പേർക്കാണ് ഈ അപകടത്തിൽ പരിക്കേറ്റത്. പലരുടെയും നില ഗുരുതരമാണ് എന്ന വിവരങ്ങൾ കൂടി ലഭിക്കുന്നുണ്ട്.